Welcome back to my tuition. Application of trigonometry. പറയല ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ താഴെ നിന്നിട്ട് നമ്മൾ മുകളിലോട്ട് നോക്കുന്നു അല്ലേ. താഴെ നിന്നിട്ട് നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് മുകളിലോട്ട് നോക്കും അല്ലേ. അപ്പം ആ കണ്ണിന് നേർക്ക് നമ്മൾ ഇവിടെ ഒരു ബിൽഡിങ് നമ്മളിവിടെ നിന്നിട്ട് മുന്നോട്ട് നോക്കും. ഈ ലൈനും നമ്മുടെ റേ ഓഫ് വിഷനും കണ്ണിന് നേരെ നമ്മളൊരു ഹൊറിസോണ്ടൽ റേ വരയ്ക്കും. ഈ റേ ഓഫ് വിഷനും അതിനിടയ്ക്ക് വരുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പം നമ്മളിങ്ങനെ മുകളിലോട്ട് നോക്കും, നമ്മുടെ കണ്ണിന് നേർക്ക് ഒരു ലൈൻ വരയ്ക്കും, ഈ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പം ആ ഹൊറിസോണ്ടൽ ലൈനും ഈ റേ ഓഫ് വിഷനും അതിനിടയിൽ വരുന്ന ആംഗിളാണ് ബിറ്റ്വീൻ ടു ലൈൻസ്. അതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോൾ അതേസമയം ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാലോ, നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്നു. ഇപ്പം നമ്മളിവിടെ ടെറസിൽ നിന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു റോഡിലൊരു കാർ കിടക്കുന്നു നോക്കുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കണ്ണ് താഴോട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ഇതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഇത് എലിവേഷൻ. ഓക്കെ, അപ്പം നമുക്കതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ. Question number 1. A 1.6 meter tall statue stands on the top of a pedestal. ഒരു പെഡസ്റ്റൽ, അതിൻ്റെ പുറത്ത് മുകളിൽ 1.6 meter tall ഇത്രയും പൊക്കമുള്ള ഒരു സ്റ്റാച്യു ഉണ്ട്. ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്, ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാച്യു. നമ്മളിവിടെ നിന്നിട്ട് സ്റ്റാച്യുവിൻ്റെ മുകളിലോട്ട് നോക്കുന്നു. ആംഗിൾ ഓഫ് എലിവേഷൻ ഈസ് 60 degree. ഫ്രം ദ സെയിം പോയിന്റ്, ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ പെഡസ്റ്റൽ. ഇത് പെഡസ്റ്റലാണ്, അതിൻ്റെ മുകളിലാണ് സ്റ്റാച്യു. അപ്പോൾ പെഡസ്റ്റലിൻ്റെ ടോപ്പിലോട്ട് ഈ സെയിം പോയിന്റിൽ നിന്ന് എത്ര ഡിഗ്രിയിൽ നോക്കുന്നു? 45 degree. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പെഡസ്റ്റൽ. ഇതാണ് കാണേണ്ടത്. നമുക്കിത് എക്സ് എന്ന് എടുക്കാം. നമുക്ക് ഈ ട്രയാങ്കിൾ, ഇൻ ദിസ് ട്രയാങ്കിൾ tan 45 opposite by adjacent h by x. tan 45 1. x is equal to h. tan 60 എന്ന് പറഞ്ഞാൽ ഫുൾ ട്രയാങ്കിൾ. tan 60 √3 is equal to opposite by adjacent. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് മുതൽ ഇതുവരെ 1.6 plus x whole divided by x. Cross multiplication, we get x √3 that is equal to 1.6 plus x. Here we get x is equal to x. നമുക്ക് ഇവിടെ x വേണ്ട, ഹൈറ്റ് ഓഫ് ദ പെഡസ്റ്റൽ ആണ്. നമ്മൾ ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? h. റീപ്ലേസ് x by h. x √3, ഈ എച്ചിനെ നമുക്ക് ലെഫ്റ്റിൽ കൊണ്ടുവരാം. x equal to 1.6. h is equal to 1.6 divided by h common, h into √3 minus 1. h is equal to 1.6 divided by √3 minus 1. Multiply numerator and denominator by conjugate, √3 plus 1. a square minus b square, 3 minus 1, √3 minus 1 into √3 plus 1. 3 minus 1, 0.8 into √3 plus 1. ഇവിടെ √3ക്ക് വാല്യൂ തന്നിട്ടില്ല, തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഹൈറ്റ് ഓഫ് ദ പെഡസ്റ്റൽ എന്ന് സെൻറ്റൻസ് എഴുതിയിട്ട് എന്താണോ യൂണിറ്റ് തന്നിരിക്കുന്നത് ആ യൂണിറ്റ് ചേർത്ത് എഴുതണം. 1.6 meter tall ആണ് അല്ലേ. ഹൈറ്റ് ഓഫ് ദി പെഡസ്റ്റൽ
0.8 into √3 plus 1 meter. Okay. Next question. Question number 2. The angle of elevation of the top of a building from the foot of a tower is 30 degree. ഇപ്പോൾ ടവറിൻ്റെ ചുവട്ടിൽ നിന്ന് നമ്മളൊരു ബിൽഡിങ്ങിലേക്ക് എത്ര ഡിഗ്രിയിൽ നോക്കുന്നു? 30 ഡിഗ്രിയിലേക്ക്. ആൻഡ് ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ടവർ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ് ഈസ് 60. ബിൽഡിങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് നമ്മൾ എവിടോട്ട് നോക്കുന്നു? ടവറിലേക്ക് നോക്കുന്നു. അത് 60 ഡിഗ്രി. ആംഗിൾ ഓഫ് എലിവേഷൻ ഏതാണ് കൂടുതൽ? 60. ഇപ്പം നമ്മൾ ടവറിലാണ് ഹൈറ്റ് കൂടുതൽ അല്ലേ, അതുകൊണ്ടാണ് ആംഗിൾ ഓഫ് എലിവേഷൻ കൂടിയത്. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ഫ്രം ദ ഫുട്ട് ഓഫ് ദ ടവർ. ദിസ് ഈസ് ബിൽഡിംഗ്, ദിസ് ഈസ് ടവർ. 30 ഡിഗ്രി. ഇപ്പം നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ അനുസരിച്ച് നിങ്ങൾ ഹൈറ്റ് നോക്കുക. ഇത് 30 ഡിഗ്രിയേ ഉള്ളൂ. അപ്പം നമുക്ക് ബിൽഡിങ്ങിനാണ് ഹൈറ്റ് കുറവെന്ന് മനസ്സിലാക്കാം. ഇത് ടവർ. ഇനി ബിൽഡിങ്ങിൻ്റെ ചുവട്ടിൽ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ്, ദിസ് ഈസ് ദി ടോപ്പ് ഓഫ് ദ ടവർ at an elevation of 60 degree. The tower is 50 meter high. 50 തന്നിട്ടുണ്ട്. ഇത് എക്സൈറ്റ് അസൈൻമെന്റ്. You have to find height of the building. tan 60. Opposite by adjacent. by x. X √3 is equal to 50. X is equal to 50 divided by √3. നമുക്ക് ഇവിടെ h മതി. tan 30 1 by √3 h by x. X is equal to h √3. x is equal to h √3. അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h √3 is equal to 50 by √3 into √3 cross multiplication. h is equal to 50 by 3. ഇവിടെ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്, ഇവിടെ യൂണിറ്റ് എന്താ? മീറ്റർ. Height of the building. വേണമെങ്കിൽ നമുക്ക് ഡെസിമലായിട്ട് 2 ഡിജിറ്റ്സ് വരെയൊക്കെ എഴുതാം. 50 divided by 3 16. 666 റൗണ്ട് ചെയ്തതാണെങ്കിൽ 67 അപ്രോക്സിമേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. A man standing on the deck of a ship which is 10 meters above water level. This is water level. 10 meter മുകളിൽ. A man standing on the deck of a ship which is 10 meter above the. ഇവിടെ ഒരു ഷിപ്പ് ഉണ്ട്. ആ ഷിപ്പ് വാട്ടർ ലെവലിൽ നിന്ന് 10 മീറ്റർ മുകളിൽ. മനസ്സിലായോ? ഒബ്സർവ്സ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ഹിൽ as 60 degree.
ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ബേസ് ഓഫ് ദ ഹിൽ ആസ് 30. ഇവിടെ നിന്നിട്ട് ഇതിന് മുകളിലോട്ട് 60 ഡിഗ്രി നോക്കുന്നു, അതേ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ താഴോട്ട് here 30 degree, here 30. Find the distance of the hill from the ship. And height of the hill. Full height y plus 10. That's the height of the hill. Tan 30. In this triangle, tan 30 degree, 1 by root 3 is equal to opposite by adjacent. 10 by x. Cross multiplication, we get x is equal to 10 root 3. Here root 3 के value बनने the distance from foot of the hill, 10 root 3. Unit meter. Second part, height of the hill. Now the x 10 root 3 the 10 root. Tan 60 degree, opposite by adjacent. Root 3 is equal to y by x. X root 3 is equal to y. X 10 root 3. So y is equal to 10 root 3 into root 3. That is equal to the height of the hill. Y plus 10, 30 plus 10. Meet. Question number 4. The angle of depression of the top and bottom of a 50-meter building from the top of a tower. The angle of depression of the top and bottom of a 50-meter high building from the top of a tower. ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ ടോപ്പിലോട്ടും നോക്കുന്നു, അതിൻ്റെ ബോട്ടത്തിലോട്ടും നോക്കുന്നു. This is 45 degree. ബോട്ടത്തിലോട്ട് നോക്കുന്നത് 60 ഡിഗ്രി. നിങ്ങളെപ്പോഴും റഫ് ഫിഗർ വരയ്ക്കും. ഇത് ഫുള്ളാണ് 60 കേട്ടോ. This is 45. Find the height of the tower and the horizontal distance between the tower and building. ഇത് 50 ആണ്. ഇത് y ആയിട്ട് പിന്നെ y plus 50 ചെയ്താൽ മതി. എക്സും കാണും, ഹൈറ്റ് ഓഫ് ദ ടവറും കാണും. ആദ്യം നമുക്ക് ഇത് 45 ആണ്, ഇതെന്തായിരിക്കും 45 എക്സ് tan 45 1 y by x is equal to y. Tan 60 degree root 3 y plus 50 divided by x root 3 that is equal to y plus 50. നമുക്ക് ഇവിടെ x എന്താ y root 3 minus y is equal to 50. Y into root 3 minus 1. Y is equal to 50 by root 3 minus 1. നമുക്ക് conjugate ചെയ്യാം. Y is equal to 50 into root 3 plus 1 by 3 minus 1. 25 into root 3 plus 1. Y എത്ര കിട്ടി? 25 into root 3 plus 1. X is equal to y. നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആദ്യം എഴുതാം.
25 into root 3 plus 1, 25 into root 3 ഇവിടെ 1.73 വാല്യൂ പറയുന്നുണ്ട്. (25 into 2.73) writing 2. ഇനി horizontal distance കിട്ടി and height of the building. Height of the building 50 plus 5. 5 x equal ആണ്. Okay. 118.25. ഇവിടെ (68.25) horizontal distance കിട്ടി. Height of the building 50 plus this, that is 118.2. Next question. Question number 5. The angle of elevation of an aeroplane from a point A on the ground is 60 degrees. Point A. After a flight of 15 seconds, 15 സെക്കൻഡ് അതിങ്ങനെ ഒരേ ഇതിൽ പോകുന്നു, കോൺസ്റ്റന്റ് ഹൈറ്റിൽ പോകുന്നു. Find the speed of the plane. ഈ പോയിന്റിൽ നിന്ന് ആദ്യം 60 ഡിഗ്രി എലിവേഷൻ എവിടെയായിരുന്നു? ഫ്ലൈറ്റ് ഇവിടെ. 15 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ഇവിടെ എത്തി അല്ലേ? ഇപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയായി? 30 ഡിഗ്രി. Find the speed of the plane in kilometer per hour. Tan 60 opposite by adjacent. Root 3 is equal to x root 3 is equal to 1500. Root 3 cancel. X is equal to 1500. Tan 30 opposite by adjacent. 1 by root 3 is equal to 1500 root 3 by x plus y. X plus y is equal to this into this. 1500 into root 3 into root 3. Y is equal to 4500 minus 1500. 3000 അല്ലേ? ഈ 3000 മീറ്റർ പോകാനാണ് ഫ്ലൈറ്റ് 15 സെക്കൻഡ്സ് എടുക്കുന്നത് അല്ലേ? നമുക്ക് കാണേണ്ടത് എന്താ? ഡിസ്റ്റൻസ് ഇൻ സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. Distance by time. 3000 by 15. 200 meter per second. ഇതിനെ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം?
km/h. നമുക്ക് m/s നിന്ന് km/h കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 18/5. km/h. Question number 6. The angle of elevation of the top of a tower at a point on the ground is 45. After going 40 meters towards the tower, the angle of elevation of the top of the tower changes to 60. അവിടെ നിന്ന് കുറച്ച് ദൂരം എത്ര പോകുന്നു? 40 meter towards the tower. ഇതാണ് 40. ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മൾ സെയിം പോയിന്റിലോട്ട് നോക്കുന്നു. tan 45. Find the height of the tower. ഇവിടെ √3 വാല്യൂ ഉണ്ട് 1.73. tan 45 degree, that is 1. 40 plus y, that is equal to h. Tan 60, h by y. Tan 60 √3. h is equal to y √3. നമുക്കിവിടെ ആദ്യം y കാണാം. സോറി, y കാണാം. എച്ചിന് y √3. y √3 minus y is equal to 40. 5 into √3 minus 1. y is equal to 40 by √3 minus 1. (40 into √3 plus 1 by 2). h is equal to y √3. √3 into √3, 1 into √3. The √3 1.73 കൊടുത്തിട്ടുണ്ട്. (4.73 into 20). 22 into 47.3. ഹൈറ്റ് ഓഫ് എടുത്തിട്ട് യൂണിറ്റ് എഴുതിയാൽ മതി. The angle of elevation of a cloud from a point 10 meters above the lake is 30 degree. The lake 10 meters above the lake. Angle of elevation of a cloud from a point 10 meters above the lake is 30. And angle of depression of the reflection in the lake is 60. നമുക്കറിയാം ഇവിടെയാണ് ക്ലൗഡ് അല്ലേ? ഇവിടെയാണ് ക്ലൗഡ്. ഈ പോയിന്റ് മുതൽ ലേക്ക് വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അത്രയും ഡിസ്റ്റൻസ് താഴോട്ട് വരും. 10 + x, അതാണ് റിഫ്ലക്ഷൻ ആയതുകൊണ്ട്.
ഇപ്പം നമ്മൾ ഇവിടെയാണ് റിഫ്ലക്ഷൻ വരുന്നത് ക്ലൗഡിൻ്റെ. അപ്പോൾ ആ ക്ലൗഡിൻ്റെ റിഫ്ലക്ഷൻ ആ സെയിം പോയിന്റിൽ നിന്ന് നമ്മളിവിടെ നിന്ന് ഇതിൽ 30 ഡിഗ്രി നോക്കിയ പോലെ ഇങ്ങോട്ട് 60 ഡിഗ്രി. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ക്ലൗഡ് ഫ്രം ദ സർഫസ് ഓഫ് ദി ലേക്ക് 10 + x. അതാണ് കാണുന്നത്. അത് നമുക്ക് tan 30 1/√3 x/y. y is equal to x√3. tan 60 √3. 10 + 10 + x 20 + x by y. y√3 is equal to 20 + x. ഇവിടെ y എന്ന് പറഞ്ഞാൽ എന്താ? x√3. x√3 × √3. 3x - x 2x. x is equal to 10. 10 + 20. Answer 90. Height of the cloud from the lake. √3 വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ √3 അതേപോലെ ഇട്ടാൽ മതി. ഇതിൽ √3 1.73 തന്നിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഈക്വൽ ഹൈറ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. Two poles of equal height x are standing opposite to each other on either side of the road 80 meter wide. From a point P between on the road, the angle of elevation of top of a pole is 60 and the angle of depression from the top of the another pole at a point P is 30. The angle of elevation of the top of a pole is 60 degree. And angle of depression from the top of the another pole at the same point P. (30 degree). Find the height of the poles and distance of the point P from the poles. X 80 - x. Tan 60 √3 x by x. x√3 is equal to x. Tan 30 1/√3 h by 80 - x. 80 - x is equal to h√3. h എന്താ? x√3. x√3 into 80 is equal to 4x. x is equal to 20. നമുക്ക് എന്താ എഴുതാം? പൊസിഷൻ ഓഫ് ദ പോൾ ഈസ്, ആ പോയിന്റ് ഈസ് 20 meter away from one pole. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് P from one pole is equal to 20 meter. x is equal to 20. ഇനി നമുക്ക് ഹൈറ്റ് കാണാം. ഹൈറ്റ് കാണാൻ 20√3. ഇവിടെ √3ക്ക് വാല്യൂ തന്നിട്ടില്ല. Distance is equal to height of the pole is equal to 20 meter. So 20√3. First
Amit standing on a horizontal plane. Find a bird flying at a distance of 200 meters from him. Amit standing on a horizontal plane. Find a bird flying. Very bird. 200 meters from him at an elevation of 30 degrees. Deepak standing on the roof of a 50-meter high building. Find the angle of elevation of the same bird to be finds the angle of elevation of the same bird to be 45. Amit and Deepak are on the opposite side of the bird. അപ്പോൾ ദീപക് എവിടെ നിൽക്കുന്നു? 50 മീറ്റർ ഹൈറ്റുള്ള ഒരു ബിൽഡിങ്ങിൽ നിൽക്കുന്നു. എന്നിട്ട് ഇവിടെ ആ സെയിം ബേർഡിനെ ഇങ്ങോട്ട് നോക്കുന്നു. എത്ര ഡിഗ്രിയിൽ? 45 ഡിഗ്രി. അമിത് ആൻഡ് ദീപക് ആർ ഓൺ ഓപ്പോസിറ്റ് സൈഡ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫിഗർ വരുന്നത്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബേർഡ് ഫ്രം ദീപക്. ഇതാണ് കാണേണ്ടത്. ഈ ബേർഡ് ദീപക്കിൽ നിന്നും ഇവിടെയാണ് ദീപക് നിൽക്കുന്നത്. ഇതിനൊരു പേരുകൂടെ കണ്ടെത്താം. ഇത് 50 ആണെങ്കിൽ ഇത് 50 വരും അല്ലേ? സൈൻ 30 ഡിഗ്രി. സൈൻ 30 1/2. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. AB by 200. AB is equal to 100 meter. ഇനി ഇത് 50 അല്ലേ? AD എത്ര കിട്ടും? 100 minus that is equal to 50. Tan 45. Sorry. നോക്ക്, എക്സ് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്. സൈൻ 45 1/√2. സൈൻ 45 1/√2. ഓപ്പോസിറ്റ് ബൈ AD നമുക്ക് എത്ര കിട്ടി? 50. എക്സ് ഈസ് ഈക്വൽ ടു 50√2. ദീപത്തിൽ നിന്ന് 50√2 അകലെയാണ്. ഇവിടെ ഈ √2 വാല്യൂ തന്നിട്ടില്ല, അത് നമുക്ക് അങ്ങനെ തന്നെ. ഡിസ്റ്റൻസ് ഓഫ് ദ ബേർഡ് ഫ്രം ദീപക് എഴുതിയിട്ട് 50√2 മീറ്റർ. ആ സെൻറ്റൻസും കൂടെ എഴുതാം. ഡിസ്റ്റൻസ് ഓഫ് ദ ബേർഡ് ഫ്രം ദീപക് 50√2 മീറ്റർ. ഓക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയാസമുള്ള ചാപ്റ്റർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ആയിട്ടിടാം. എല്ലാവരും നന്നായി പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. താങ്ക് യു.